അച്ഛനാണ്. അച്ഛന് ലിവർ മാറ്റി വെക്കണം, തിങ്കളാഴ്ചയാണ് ലിവർ മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും തിങ്കളാഴ്ച സർജറി പറഞ്ഞിരിക്കുക. കാശൊന്നും ആയിട്ടില്ല, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഭർത്താവാണ് ഈ കിടക്കണത്. കുറേ വർഷങ്ങളായി ഞാൻ കൊണ്ട് കിടക്കണം. ഇനി ഭേദമായിട്ടില്ല. ഇനി ഭേദമാണെങ്കിൽ സർജറി ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ലിവർ കൊടുത്തോണ്ട് എന്നാലും രക്ഷപ്പെടണം. ഇനി നിങ്ങൾ സഹായിക്കണം. നിങ്ങളല്ലാതെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം. അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും തിങ്കളാഴ്ച സർജറി പറഞ്ഞിരിക്കുക. കാശൊന്നും ആയിട്ടില്ല, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പി വല്ലപ്പുഴയിലെ ചെറുകോടുള്ള ശിവശങ്കരേട്ടന്റെ വീട്ടിലാണ്. ഇതൊരു അവസാനത്തെ ചാൻസാണ്. സത്യമായിട്ടും ഇതൊരു അവസാനത്തെ ചാൻസാണ്. ഈ കുടുംബത്തിനും എന്റെ മുന്നിൽ കിടക്കുന്ന ലിവർ പേഷ്യന്റ് ആയിട്ടുള്ള ശിവശങ്കരേട്ടന്റെയും അവസാനത്തെ ചാൻസാണ്. കാരണം കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ വേദന സഹിച്ചുകൊണ്ട് ഇവരുടെ അച്ഛൻ ഇവിടെ കിടക്കുമ്പോ അച്ഛനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഈ 3 മക്കളും ഈ അമ്മയും നിങ്ങളുടെ മുന്നിൽ കൈന്നിട്ടാണ്. കാരണം മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 20 വർഷമായിട്ട് ഇദ്ദേഹം ലിവർ പേഷ്യന്റാ. ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഈ കുടുംബം പോറ്റിയിട്ടുണ്ടായിരുന്നത്. ആരോടും ഒരു ബുദ്ധിമുട്ടും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അദ്ദേഹത്തിന്റെ മരുന്നും അദ്ദേഹത്തിന്റെ മക്കളെയും അദ്ദേഹം നന്നായിട്ട് പഠിപ്പിച്ചു. ഒരു മകള് BA ഇംഗ്ലീഷാണ് അല്ലെ, BA ഇംഗ്ലീഷാണ്. മറ്റൊരു മകള് +2 കഴിഞ്ഞു. മറ്റൊരു മകൻ +2 പഠിക്കുന്നു. ഇപ്പൊ +2 പഠിക്കുന്ന മകൻ വെൽഡിംഗ് വർക്ക്ഷോപ്പില് ഹെൽപ്പറായി പണിക്ക് പോയിട്ട് അതിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട്ടിൽ അരി വാങ്ങിക്കുന്നത്. നാട്ടുകാരൊക്കെ കൂടി പിരിച്ചിട്ട് 4 ലക്ഷം രൂപ ഇവരുടെ കയ്യിലുണ്ട്. ഇദ്ദേഹത്തിന്റെ സർജറി ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് 16 ലക്ഷം രൂപ ആശുപത്രിയിൽ കെട്ടിവെക്കണം. തുടർ ചികിത്സയ്ക്കും പൈസ വേണമെങ്കിൽ 20 ലക്ഷം രൂപ അവർക്ക് വേണം. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ലിവർ കൊടുക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പണത്തിന്റെ പേരിൽ മാത്രമാണ് ഈ ജീവൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്. നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കിളിക്കൂട് പോലെ എന്നൊക്കെ പറയും. അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഒരു കിളിക്കൂടാണ്. സ്നേഹവും വാത്സല്യവും മാത്രം നിറഞ്ഞ ഒരു കുടുംബം. ആ കുടുംബം ഇന്ന് ആകെ താറുമാറായിരിക്കുക. ഈ രോഗത്തിന്റെ പേരിൽ ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു മരണ വീട്ടിൽ കയറിയ പോലെയാണ്. മക്കളും ഭാര്യയൊക്കെ ഒരു ഭാഗത്തിരുന്ന് കരയുക. ഇദ്ദേഹം ഇരുട്ടടഞ്ഞ ഒരു റൂമിനകത്ത് ഇങ്ങനെ കിടക്കുക. കാരണം ഇനി എത്ര നാൾ എന്ന് ആലോചിച്ച് കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കുടുംബത്തിന് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ മുന്നിലാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ നിൽക്കുന്നത്. ഇതൊരു അച്ഛന്റെ ജീവൻ രക്ഷിക്കൽ മാത്രമല്ല, ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 3 മക്കൾക്കും ഈ ഭാര്യയ്ക്കും താങ്ങും തണലുമാണ്. ഒരു അദ്ദേഹത്തിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ആ ഓട്ടോറിക്ഷ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ അടവൊക്കെ തെറ്റിയിരിക്കുക, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ തെറ്റി ആ ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ട്. അത് നന്നാക്കി എടുത്താൽ ഈ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും ആ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങും. അതിന് നിങ്ങൾ മനസ്സ് വെക്കണം. അതല്ലാതെ വേറൊരു വഴിയില്ല. കഴിയുന്ന ആളുകളൊക്കെ ഇവർക്ക് വേണ്ടി സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. വേറൊരു വഴിയില്ല. ഈ ജീവനെ രക്ഷിച്ചെടുക്കണം. ഇതൊരു അവസാനത്തെ ചാൻസ് തന്നെയാണ്. ആ ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ഈ കുടുംബത്തിന്റെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.